രാകേഷിൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ആകെ മൊത്തമായി ഒരു കുളിര് വന്ന് പൊതിയുന്നത് പോലെ വല്ലാത്ത ഒരു ഇത് അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അമ്മ സമ്മതം മൂളുമെന്ന് രാകേഷ് ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്ന് പോയെ. പിന്നെ അതിയായ ആഗ്രഹത്തോടെ ആ മാമ്പഴങ്ങൾ എടുക്കാൻ കൈനീട്ടവേ അമ്മ കയ്യിൽ ഒരടി കൊടുത്തു. അപ്പോൾ നിരാശയും അമ്പരപ്പും കലർന്ന ഭാവത്തോടെ രാകേഷ് അമ്മയെ നോക്കി. സരിത അപ്പോഴും ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് അവന് തോന്നി. രാകേഷ്, എന്താ അമ്മ ഇത്? വാക്ക് തന്നതല്ലേ അമ്മ? എടാ, ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് വേണോ ശരിക്കും? രാകേഷ്, അതിനെന്താ, ശരിയാകും, വേണം, അവൻ ഒരു വാശിയാലെ പറഞ്ഞു. അത് കേട്ടതും സരിത ഒരു നിമിഷം മുഖവും താഴ്ത്തി ആലോചിച്ചു. പിന്നെ എന്ന് മൂളി സമ്മതമറിയിച്ചതും രാകേഷ് അതിയായ സന്തോഷത്തോടെ എടുത്ത് മുറിയിലേക്ക്. ഒന്ന് പയ്യെ, സൂക്ഷിച്ച്, അവർ പതിയെ പറഞ്ഞു. രാകേഷ് അതൊന്നും കേട്ടില്ല. ആദ്യമായി ആ ചെഞ്ചൊടികൾ കഴിച്ചു. അതിന് വല്ലാത്ത മാധുര്യം അനുഭവപ്പെട്ടു. കുറച്ചു നേരം അത് കഴിച്ചപ്പോൾ പിന്നീട് രാകേഷ് ആ പഴുത്ത തുടുത്ത മാമ്പഴങ്ങൾ എടുത്തു. പെട്ടെന്ന് അത് അങ്ങനെ എടുത്തപ്പോൾ അത് എൻ്റേതാ, തരില്ല എന്ന ഭാവം സരിത പ്രകടിപ്പിച്ചപ്പോൾ പിന്നെ ഒന്ന് പോ, എനിക്കുള്ളതാ ഇതൊക്കെ എന്ന മട്ടിൽ രാകേഷ് കൈ തട്ടി മാറ്റി അതെടുത്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാം മാറ്റിയെറിഞ്ഞു. മാമ്പഴങ്ങൾ കടിച്ചു തിന്നു. നല്ല മധുരമുള്ള മാമ്പഴങ്ങൾ. രാകേഷ് സ്വയം അങ്ങനെ പറഞ്ഞതും സരിത ഒന്ന് മൂളുക മാത്രം ചെയ്തു. പതിയെ പതിയെ അവർ എല്ലാത്തിനും സമ്മതമൂളി സ്വീകരിക്കുകയാണെന്ന് രാകേഷിന് മനസ്സിലായി. പിന്നെ രാകേഷ് താഴേക്ക് നീങ്ങിയപ്പോൾ വലിയ ഉഴുന്ന വട കണ്ടു. ഇത്ര വലിയ വട ഉണ്ടായിരുന്നിട്ടാണോ എനിക്ക് തരാതെ ഒളിപ്പിച്ചു വച്ചത്? രാകേഷ് അങ്ങനെ ചോദിച്ച് അതെടുത്ത് കൊതിയോടെ കഴിക്കവേ സരിത പെട്ടെന്ന് ചിരിച്ചു പോയി. പിന്നെ പറഞ്ഞു, തരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നീ വാങ്ങിയില്ലെങ്കിലോ, നീ അവഗണിച്ചാലോ എന്ന് കരുതിയിട്ടാ. അവർ പതിയെ പതിയെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. രാകേഷിന് അതെല്ലാം നല്ല ആനന്ദം പകർന്നു. തൻ്റെ വിശപ്പ് മാറും, അവർക്ക് സന്തോഷവുമാകും. കൊള്ളാം, നല്ല കാര്യം തന്നെ, അവൻ ചിന്തിച്ചു. അങ്ങനെ രാകേഷ് വീണ്ടും താഴേക്ക് പോയി. പിന്നെ മുഖം അവിടേക്ക്. അപ്പോൾ സരിത ഒരു ഞെട്ടലോടെ കുട്ട രാകേഷ് എന്ന് പതിയെ വിളിച്ചു. അങ്ങനെ കുറച്ചു നേരം അത് കഴിച്ചപ്പോൾ പെട്ടെന്ന് രാകേഷ് പിന്നിലേക്ക് ചേർന്ന് അത് കഴിക്കാൻ തുടങ്ങിയതും നീ എന്താ ഈ കാണിക്കുന്നേ എന്നൊരു ചോദ്യം അവരിൽ നിന്നും ഉയർന്നു വന്നു. പക്ഷേ രാകേഷ് ഒന്നും മിണ്ടിയില്ല. ആ രുചിയുള്ള വിഭവം കഴിക്കുന്ന തിരക്കിലായിരുന്നു. വേണ്ട, മതി, അതത്ര നല്ലതല്ല, നീ ഇത് തന്നെ കഴിച്ചോ, അവർ പറഞ്ഞു. സാരമില്ല, എനിക്ക് എല്ലാം ഇഷ്ടമാ, അതും പറഞ്ഞ് രാകേഷ് കൊതിയോടെ രണ്ടും മാറി മാറി കഴിച്ചു. ഇവൻ്റെ ഒരു കാര്യം, കൊതിയൻ. അവർ അങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സിൽ രാകേഷിനോടുള്ള സ്നേഹവും ബഹുമാനവും തോന്നി. അങ്ങനെ അതിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രാകേഷ് കഴിക്കുന്നത് നിർത്തിയത്. പിന്നെ കുറച്ച് നിമിഷങ്ങൾക്കകം അവിടേക്ക് എന്തോ വന്ന് ചേർന്നതും പിന്നെ അകത്തേക്ക് പ്രവേശിച്ചതും ഒരുമിച്ചായിരുന്നു. സത്യത്തിൽ അവർ വല്ലാതായി. രാകേഷ്, എടാ വേണ്ട, അവിടെയല്ല, ഇവിടെയാണ്, ഇവിടെ എന്നും പറഞ്ഞ് അവർ രണ്ട് കൈകൾ കൊണ്ടും രാകേഷിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രാകേഷുണ്ടോ അത് അനുസരിക്കുന്നു. രാകേഷിൻ്റെ വിശപ്പടക്കാൻ പാകത്തിലുള്ള രുചികരമായ വിഭവങ്ങൾ കിട്ടിയ സന്തോഷത്തിൽ അവൻ കല്ലും മുള്ളും കൊണ്ട് നിറഞ്ഞ ആ വിജനമായ പാതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു.
വീണ്ടും അവരുടെ കരങ്ങൾ ഒരു പിന്തിരിപ്പൻ ആശയമായി വന്നപ്പോൾ അവൻ അവയെ തൻ്റെ കരവലയങ്ങളിലെ തുറങ്കിലടച്ച് സഞ്ചാരം തുടർന്നു. ആദ്യമായുണ്ടായ ആ പുതിയ അനുഭവ സമ്പത്തിൽ ക്ഷമയോടെ സഹിച്ചു നിൽക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കിയ സരിത മിഴികൾ മുറുക്കി അടച്ചു. കുറച്ച് സമയം കഴിഞ്ഞതും രാകേഷ് മോചിപ്പിച്ചു. പിന്തിരിഞ്ഞു. ഒരു ആശ്വാസത്തോടെ നടുക്കത്തോടെ ടയർഡായ സരിത ദീർഘശ്വാസമെടുത്ത് വിട്ടു. അവർ പതിയെ മിഴികൾ തുറക്കവേ വീണ്ടും വിശപ്പിൻ്റെ കാഠിന്യത്താൽ രാകേഷ് വീണ്ടും അത് കഴിക്കുന്നത് കണ്ടു. മാറി മാറി കഴിച്ചു. ഇത്തവണ സരിത ഒന്നും പറഞ്ഞില്ല. പകരം ഒരു വല്ലാത്ത ആശ്വാസമായിരുന്നു അവർക്ക് തോന്നിയത്. രാകേഷ് രണ്ടും കഴിച്ചു. അത് കഴിഞ്ഞ് രാകേഷ് വീണ്ടും ഒരു യാത്രയ്ക്ക് കൂടി ഒരുങ്ങുകയാണെന്ന് മനസ്സിലായപ്പോൾ സരിത ഇനിയും വേണ്ട എന്ന ഭാവത്തിൽ രാകേഷിലേക്ക് ഒരു നോട്ടം കൊടുത്തെങ്കിലും വിഷമിക്കേണ്ട എന്ന ഭാവത്തോടെ അവൻ കണ്ണിറുക്കി കാണിച്ചു. അങ്ങനെ വീണ്ടും യാത്ര പുറപ്പെട്ടു. പക്ഷേ ഇത്തവണ സരിതയുടെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള മനോഹരമായ പാതയിലുടനീളം അവർ സഞ്ചരിച്ചു. അത് സരിതയിൽ കൂടുതൽ ഉന്മേഷവും സന്തോഷവും ഉണ്ടാക്കി. സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർ രാകേഷിൻ്റെ മുടികളിൽ തലോടി. ആ യാത്ര നേരത്തെ ചെയ്തതിലും ഇച്ചിരി കൂടി ദൈർഘ്യമേറിയ യാത്രയായിരുന്നു. എടാ കുട്ട രാകേഷെ, നീ കൊള്ളാലോ. അറിഞ്ഞിരുന്നില്ല ഞാൻ നിനക്ക് ഇത്രയും അറിവും കഴിവും ഉണ്ടാകുമെന്ന്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ. സരിത അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ രാകേഷ് ചോദിച്ചു, അറിഞ്ഞിരുന്നുവെങ്കിൽ ബാക്കി കൂടെ പറ. അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ സരിതയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടിയിരുന്നില്ല. രാകേഷ് ചോദിച്ചു. അപ്പോൾ ഇനി കുര്യാക്കോസ്? അത് കേട്ടതും അവരുടെ മുഖം മാറി, ഒരു വിഷമം പോലെ. പിന്നെ അവർ ഒന്ന് മൂളുക മാത്രം ചെയ്തു, എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ. അങ്ങനെ യാത്രയിലുടനീളം അവർ വല്ലാതെ ടയർഡായെങ്കിലും ഇടയ്ക്കിടെ അവർ അവിടെയും ഇവിടെയും തങ്ങി ഓരോന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം അവർ ഉദ്ദേശിച്ച സ്ഥലമെത്തി. പിന്നെ അവർ രണ്ടുപേരും അവിടെ വിശ്രമിച്ചു. രാകേഷ്, മോനെ, അവർ പതിയെ അങ്ങനെ വിളിച്ചു. പറഞ്ഞോ, ഒരു ചിരിയാലെ രാകേഷ് പറഞ്ഞു. എടാ, നീ നേരത്തെ ചോദിച്ച കാര്യമില്ലേ? രാകേഷ്, എന്ത് കാര്യം? കുര്യാക്കോസ് അങ്കിളുടെ കാര്യമാണോ? അമ്മ, ഹാ അതെ. രാകേഷ്, പറഞ്ഞു. എടാ, അത് സരിത പറയാൻ തുടങ്ങിയതും പെട്ടെന്നായിരുന്നു ആ ശബ്ദം കേട്ടത്. അമ്മ, ഇതാരാ ഈ സമയത്ത്? സരിത സ്വയം പറഞ്ഞു. രാകേഷ്, ഹാ വേറെ ആരാ? ആ കുര്യാക്കോസ് അങ്കിളായിരിക്കും. രാകേഷ് അത് പറഞ്ഞപ്പോഴാണ് സരിതയ്ക്ക് ആ കാര്യം ഓർമ്മ വന്നത് തന്നെ. എല്ലാം മറന്നിരിക്കുകയായിരുന്നല്ലോ അവർ. സരിത വേഗം എണീറ്റ് എല്ലാം നേരെയാക്കി. രാകേഷ്, ഹാ ഞാൻ വേണേൽ മാറിയേക്കാം കേട്ടോ. കുര്യാക്കോസ് അങ്കിളിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുത്തു വിട്ടോളൂ. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവർ അവനെ തുറച്ചു നോക്കിയതല്ലാതെ ഒന്നും മിണ്ടാതെ ചെന്നു. മുൻപിലെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും രാകേഷ് മെല്ലെ മുറിയിലെ ജനാല ചെറുതായി തുറന്നിട്ടു, അവരുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട്. കുര്യാക്കോസ്, സോറി കേട്ടോ, വരാൻ ഇച്ചിരി വൈകിപ്പോയി. അമ്മ, ഹാ അത് സാരമില്ല. കുര്യാക്കോസ്, അത് വെറുതെ ബോറടിച്ച് കാണും അല്ലേ? അതും പറഞ്ഞ് അയാൾ അകത്തേക്ക് കയറവേ അമ്മ കൈ ഉയർത്തി വേണ്ട എന്ന് പറഞ്ഞു. അത് കേട്ട് അയാൾ അമ്പരപ്പോടെ നോക്കി. കുര്യാക്കോസ്, എന്തു പറ്റി? നേരം വൈകിയത് കൊണ്ടാണോ ഇങ്ങനെ പിണങ്ങാതെ ചക്കരെ? അതും പറഞ്ഞു അയാൾ അടുത്തേക്ക് ചെന്നതും അമ്മ ശബ്ദമുയർത്തി. അമ്മ, എടോ വേണ്ട,
താൻ പോയിക്കോളാം. അത് കേട്ടതും അയാൾ ഞെട്ടി. കുര്യാക്കോസ്, അതെന്താടോ ഇപ്പോൾ അങ്ങനെ? അമ്മ, ഒന്നുമില്ല, ഇനി വേണ്ട, സോറി, പോയിക്കോളാം. അത് കേട്ടതും കുര്യാക്കോസിൻ്റെ മുഖഭാവം മാറി. കുര്യാക്കോസ്, ഹാ, നീ പുതിയ ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പഴയതിനെ നീ മറന്നു. പഴയ സാധനം എന്താ, മോശമാണോ? ഇപ്പോൾ നിനക്ക് പുച്ഛം അല്ലേ? പുതിയ സാധനത്തിനേക്കാൾ ബെസ്റ്റാണ് പഴയ സാധനം. സ്വർണത്തിൻ്റെ വില അറിയോ? എന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അയാൾ ദേഷ്യത്തോടെ പിണങ്ങിപ്പോയി. അതൊക്കെ കണ്ടപ്പോൾ രാകേഷിന് സന്തോഷം തോന്നി.